ഹേ ഗായ്സ്, അപ്പോൾ ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കുന്നത്. ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം മോയ്സ്ചറൈസറാണ് എടുത്തത്. സെറ്റാഫിലിൻ്റെ ബേബിയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ എടുത്തത്. അപ്പം ഞാനത് കുറച്ച് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഞാനത് ഫേസിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ തേക്കണ വശങ്ങളോ അതൊന്നും എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ഞാനതൊക്കെ തേക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ അപാകത ഉണ്ടെങ്കിൽ അതവിടെ അത്രേ ഉള്ളൂ. അപ്പം ഞാനത് ശരിക്കും എൻ്റെ ഫേസിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഫേസ് ഭയങ്കര ഡാമേജാണ്. അപ്പോൾ ഞാൻ ഈ ബേബിയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ മിക്കപ്പോഴും. അപ്പോൾ ആഫ്റ്റർ ബാത്തൊക്കെ ഞാൻ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളടുത്തത് സൺസ്ക്രീനാണ്. ന്യൂട്രിജീനയുടെ അൾട്രാഷീറ്റ് സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കുറേ നാളെ ഞാൻ കോളേജിൽ തൊട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കിത് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇത് മൊത്തം തീർന്ന് ലാസ്റ്റായി. അപ്പോൾ ഇച്ചിരി എങ്ങാണ്ടാണ് ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ ഉള്ളത് ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുത്ത് ഞാൻ അപ്ലൈ ചെയ്യാണ്. അപ്പം നമ്മൾ 2 ഫിംഗർ റൂളൊന്നും നോക്കണില്ല, കാരണം ആകെ ഇത്തിരിങ്ങാണ്ടുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയും പോലെ നമ്മൾ ഉള്ളത് വെച്ചിട്ടാണ് തേക്കുന്നത്. അപ്പോൾ വൈകിട്ടാണ് നമ്മൾ പുറത്ത് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് അധികം കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്കൊന്നും സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യില്ല വെയിലില്ലാത്ത. പക്ഷെ എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ്. പക്ഷെ എൻ്റെ കയ്യിൽ തീർന്ന് ഇനി ഇത് മേടിച്ചിട്ടൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണതാണ്. നമ്മളത് നന്നായിട്ട് തേച്ച് മുഖത്ത് ഇങ്ങനെ ശരിക്കും അത് അബ്സോർബ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പിന്നെയും മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലേക്ക് ശരിക്കും നമ്മൾ അബ്സോർബ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ സെറ്റാവുള്ളൂ. അപ്പോൾ അടുത്തത് നമ്മൾ ബ്ലഷാണ്. ഞാനിവിടെ NYBയുടെ ലിക്വിഡ് ബ്ലഷാണ് എടുക്കുന്നത്. എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ എന്താ പറയുക, കവളൊക്കെ ഇങ്ങനെ ചുവന്നിങ്ങനെ കിടക്കണതാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് മിക്കപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോൾ ഞാൻ ബ്ലഷ് യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മൂക്കിലും താടിയിലും കവളിലും ഒക്കെ ഞാൻ ബ്ലഷ് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നുണ്ട്, സെറ്റാക്കി എടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ എന്താ പറയുക, ഒരു ബേബി, എനിക്ക് ആ ഒരു ഫീലാണ് ഇങ്ങനെ കവളൊക്കെ ഇങ്ങനെ ചുമന്നെടുക്കുമ്പോൾ തോന്നുന്നത്. എനിക്കതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ശരിക്കും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ എന്നിട്ട് ബാലൻസ് വന്നതൊക്കെ വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കണ്ണിൻ്റെ മുകളിലേക്ക് ഇച്ചിരിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. തേച്ചിട്ടും സെറ്റാവണില്ല. ഞാൻ കുറേ നേരം ഞാനിങ്ങനെ കണ്ണാടി പോയി നോക്കി സെറ്റാക്കാന്ന് ഓർത്ത് അവിടെ പോയി ഞാൻ നോക്കി സെറ്റാക്കി ചെയ്തപ്പോൾ റെഡി. ഇനി അടുത്ത് നമ്മൾ ചെയ്യണത് കോമ്പാക്റ്റാണ്. ഷുഗറിൻ്റെ കോമ്പാക്ട് പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിനി ഫേസിൽ വേറെ മേക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല. മേക്കപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഫൗണ്ടേഷൻ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ലല്ലോ. അപ്പം നമ്മൾ കോമ്പാക്റ്റ് യൂസ് ചെയ്യണത് മെയിനായിട്ട് എൻ്റെ ഫേസ് ഭയങ്കര ഓയിലി ഫേസ് ആയതുകൊണ്ട് തന്നെ ഈ മോയ്സ്ചറൈസറൊക്കെ ചെല്ലുമ്പോൾ ഒന്നുകൂടെ ഓയിലി ആക്കും ഫേസ്. അപ്പോൾ കോമ്പാക്റ്റ് എന്തെങ്കിലും പൗഡറൊക്കെ വെച്ച് യൂസ് ചെയ്യുമ്പോഴാണ് അതൊരു മാറ്റ് ഫിനിഷ് പോലെ ആവുന്നത്. അപ്പം നമ്മൾ അതിനാണ് കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് കോമ്പാക്റ്റ് ഇടുമ്പോൾ നമ്മളൊരു പൗഡറൊക്കെ ഇടുമ്പോൾ ഒരു ചെറിയൊരു ബ്രൈറ്റ്നസ് വരില്ല, അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഷുഗറിൻ്റെ ഈ കോമ്പാക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നമ്മൾ അത് മേടിച്ച്. അപ്പം നമ്മൾ കോമ്പാക്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കുന്നുണ്ട്. എനിക്കെല്ലാം കഴിഞ്ഞിട്ട് കണ്ണാടിയിലൊക്കെ ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു തൃപ്തി വരില്ല. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിലേക്ക് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കോമ്പാക്റ്റ് ഇട്ട് സെറ്റാക്കി. ഇനി അടുത്തതാണ് നമ്മുടെ താരം വരുന്നത്. നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ 2 ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഇൻസൈറ്റിൻ്റെ ഒരു ഷെയ്ഡാണ് നമ്മളെടുത്തത്.
അത് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര ഒരു ന്യൂഡ് കളറാണ്. നല്ല ബ്രൈറ്റ് സ്കിന്നാണെങ്കിൽ അടിപൊളിയായിരിക്കും, പക്ഷെ ഒരു മീഡിയം ഒക്കെ ആണെങ്കിൽ കുറച്ച് വാഷ് ഔട്ട് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് വേറൊരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനത് ശരിക്കും ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സെറ്റായി. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് ഞാൻ ലുലുന്ന് മേടിച്ചിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. എന്തോ റയോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മുന്തിരി കളർ എന്നൊക്കെ പറയില്ലേ, നല്ല ഡാർക്ക് അങ്ങനത്തെ ഒരു കളറാണത്. അപ്പോൾ അത് ഒറ്റയ്ക്ക് ഇടുമ്പോൾ അത് ഭയങ്കര ഒരു ഡ്രൈ ആയിട്ട് ഭയങ്കര സെറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ആ ലിപ്സ്റ്റിക്ക് ഇടാറ്, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഇടാറില്ല. നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടുമ്പോൾ ഒരു നല്ല ഷെയ്ഡ്, ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ആ ടോപ്പിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് പോലെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനെപ്പോഴും ഈ ലിപ്സ്റ്റിക്ക് ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സെറ്റായി. അപ്പോൾ അടുത്ത് നമ്മുടെ ഐലൈനറാണ്. അപ്പോൾ ഐലൈനർ ഇവിടെ ഇട്ടാൽ ശരിയാവില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പുറം പോയിട്ട് ഇട്ടിട്ട് വന്നതാണ്. കണ്ടു, നല്ല വിങ്ങൊക്കെയാണ്. ഞാൻ പണ്ട് തൊട്ടേ വിങ് ഐലൈനർ ഇടുന്ന ഒരു ടൈപ്പാണ്. പണ്ട് തൊട്ടേ നന്നായിട്ട് വിങ്ങിടും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇടാൻ. അപ്പം അടുത്തത് മസ്കാരയാണ്. എനിക്ക് ഇങ്ങനെ കണ്ണിൻ്റെ പീലൊക്കെ ഇങ്ങനെ വിടർന്നിരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറേ പീലൊക്കെ വന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ മസ്കാര ഇടുന്നത്. ഞാൻ പണ്ടൊക്കെ സ്കൂളിലൊക്കെ ഐലൈനറൊക്കെ എഴുതിക്കൊണ്ട് പോകുമ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ എഴുതണേന്ന്. അപ്പം അന്നത്തെ കാലത്ത് നമുക്കറിയില്ലല്ലോ. ഇപ്പം എല്ലാവർക്കും അറിയാതെ. ഇപ്പം എല്ലാവരും സെറ്റായി. കണ്ടോ, ഞാൻ നന്നായിട്ട് ലാഷൊക്കെ എഴുതി ഞാൻ അതിൻ്റെ ഒരു പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? ഇനി എന്തോ മറന്നു എന്നാണ് ഞാൻ ആലോചിക്കണത്. അപ്പോഴാണ് ഐബ്രോസ് ഞാനിപ്പോൾ ത്രെഡ് ചെയ്തിട്ട് കുറേ നാളായി. അതുകൊണ്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. കാരണം വെറുതെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് വെറുതെ ത്രെഡ് ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ത്രെഡ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐബ്രോസ് ചെയ്തണോ വേണ്ടിയോ എന്ന് ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ച്, പിന്നെ ഞാൻ വിചാരിച്ച് ഓക്കെ എഴുതാം. ഞാൻ ജസ്റ്റ് ഒരു സൈഡ് പോലെ എഴുതാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഇതിൻ്റെ ബ്രാൻഡ് ഞാൻ മറന്നു. ഏതൊരു ബ്രാൻഡ്, നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഞാനത് കുറച്ച് എഴുതി കൊടുത്തപ്പോൾ ഞാനത് പടർന്നു എന്നോർത്ത്. പക്ഷെ അത് സെറ്റായി. അത് അത്യാവശ്യം വല്ല ബോറില്ലാണ്ട് വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ സെറ്റ്. അപ്പം ഇനി അടുത്തും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്ത കണ്ണിലും നമ്മൾ ഇതേപോലെ എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ഇങ്ങനെ വീഡിയോയ്ക്ക് ഇങ്ങനെ എടുക്കണത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫോൺ നോക്കി എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഭയങ്കര ലൈറ്റൊക്കെ അടിക്കുന്നു. ഞാൻ ഭയങ്കര എക്സ്പ്രഷൻസൊക്കെ ഇടുന്നുണ്ട്, കാരണം ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടാണ്. ഇനി ചെയ്ത് റെഡിയാക്കാം നമുക്ക്, അല്ലേ? അങ്ങനെ ഐബ്രോസ് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഓട്ടോമാറ്റിക്കല്ല, ഓൾറെഡി എനിക്ക് നല്ല രീതിയിലുള്ള ഐബ്രോസും നല്ല കളറൊക്കെ ഉള്ളതുകൊണ്ട്, നല്ല ബ്ലാക്ക് കളർ ഐബ്രോ ആയതുകൊണ്ട് എനിക്കങ്ങനെ ഒരുപാട് വരച്ചെടുത്താലും ഭയങ്കര ഇമ്രാൻ ബുദ്ധത്തിൻ്റെ പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഒരുപാട് വരയ്ക്കാറില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാറുള്ളൂ. ഇപ്പം ഞാൻ പോയത് കണ്ണാടി വെക്കാനാണ്. അപ്പോൾ എല്ലാം സെറ്റായി. നല്ലതാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പം അങ്ങനെ ഇതാണ് എൻ്റെ ഒരു പ്രഹസനം. അപ്പം നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു ലുക്ക് വരുന്നത്. ചുന്തിരിയായിട്ടില്ലേ എന്നാണ് ചോദിച്ചത്. ഇനി അടുത്ത് ഹെയർ ആണുള്ളത്. അപ്പം നമ്മൾ ഹെയർ കെട്ടിയിട്ട് കാണാം. ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത്. ഞാൻ ഹെയറൊക്കെ കെട്ടി സെറ്റായി. എങ്ങനെയുണ്ട്, കൊള്ളാമോ? തരക്കേടില്ല. അപ്പം നമ്മൾ ഇന്ന് എൻ്റെ വീട്ടിൽ പോകാൻ പോവുകയാണ്. അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയാണ് നമ്മൾ ഇത്ര നേരം കണ്ട്. നമ്മൾ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ നമ്മൾ കുറച്ച് അണിഞ്ഞൊരുങ്ങി പോകണ്ടേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. ഇനി എൻ്റെ കുറേ പ്രഹസനങ്ങളാണ്.
അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.